പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലോമിന്റെ എല്ലാ പ്രേക്ഷകർക്കും അഭിഷേകാന്തി കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ട ബെന്നി സാറിന്റെയും KJ മാത്യു സാറിന്റെയും ശാലോമിന്റെ എല്ലാ ശുശ്രൂഷകരുടെയും കൂട്ടായ്മയിൽ, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട വട്ടാലിച്ചന്റെ സ്നേഹ കൂട്ടായ്മയിൽ ക്രിസ്മസിന്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പള്ളിയിൽ പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ക്രിസ്മസ് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്നേഹിക്കാനും ആരാധിക്കാനും ഒക്കെ സാധിക്കുന്നത് എത്രയോ വലിയ ദൈവത്തിന്റെ കരുണയാണ്. നമുക്ക് ദേവാലയത്തിൽ പോകാൻ സാധിക്കുന്നു, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ സാധിക്കുന്നു. എത്രയോ അനുഗ്രഹമാണ്. അനേക സ്ഥലങ്ങളിൽ ഇതിനൊന്നും പറ്റാത്ത എത്രയോ പേരുണ്ട്. അവരെയും കൂടി ഓർത്ത് നമുക്ക് ഈ ശുശ്രൂഷകൾ സംബന്ധിക്കാം. രാത്രി ക്രിസ്മസ് കുർബാനയിൽ പ്രത്യേകം ആ നിയോഗം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് ഒരുപാട് നന്ദി പറയാം. ശാലോമിനെ ഓർത്താക്കി ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയാം. അതിലൂടെയാണ് എന്തുമാത്രം കാര്യങ്ങൾ ശാലോം യൂറോപ്പ് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ദൈവം തിരഞ്ഞെടുത്ത ഈ വ്യക്തികളെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, നന്നായിട്ട് സ്തുതിച്ച് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഉച്ചത്തിൽ ആരാധിച്ച് സ്തുതിച്ച് സന്തോഷത്തോടെ പാടി ആരാധിക്കുന്നു. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. കൈയടിച്ച് ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. കൈ ഉയർത്തി കൈയടിച്ച് ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. നന്നായി കാര്യങ്ങൾ അടിച്ച് ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഹൃദയം കൊണ്ട് എല്ലാം പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്മസിന്റെ രാത്രിയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യോസേപ്പിതാവും മാതാവും എത്രയോ ക്ലേശകരമായ യാത്രയാണ്. എത്രയോ പ്രശ്നങ്ങള്, പ്രതിസന്ധികള്. വീടില്ല കർത്താവേ, അങ്ങേക്ക് ജന്മം നൽകാൻ സ്ഥലമില്ല കർത്താവേ, പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ യാത്ര. ദൈവമേ, ആ രാത്രി ഈജിപ്തിലേക്കുള്ള പലായനം, അവിടെ നിന്നുള്ള ഒളിച്ച താമസം, തിരിച്ചു വരവ്. ദൈവമേ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ യാത്രകളിൽ ക്രിസ്മസ് ഞങ്ങൾക്ക് ബലം നൽകട്ടെ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും എന്റെ ദൈവത്തെ. ലോകത്തിൻ നോവിലും ക്ലേശത്തിൻ നടുവിലും ആരാധിക്കും എന്റെ ദൈവത്തെ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും എന്റെ ദൈവത്തെ. രോഗത്തിൻ നോവിലും ക്ലേശത്തിൻ നടുവിലും ആരാധിക്കും എന്റെ ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ, രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എന്റെ ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ, രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എന്റെ ദൈവത്തെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ. ജ്ഞാനികൾ രാത്രിയിൽ ഉണ്ണീശോയെ ആരാധിച്ച പോലെ ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. മറിയത്തോട് ചേർന്ന് ആരാധിക്കുന്നു. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ഹല്ലേലൂയ, 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 ഹല 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 ഹല. ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ആരാധന. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല ഹല ഹല. യേശുവേ ആരാധന, ആരാധന,
ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ സ്തുതിക്കുന്നു. ഈ ക്രിസ്മസ് രാത്രിയിൽ ഒരുപാട് കൃപാവരങ്ങൾ നിറയട്ടെ, ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, ഒരുപാട് ശക്തി ഈശോയെ ആരാധന, ഈശോയെ ആരാധന. കർത്താവേ, ഈ അഭിഷേകത്തെ സംബന്ധിക്കുന്ന ഓരോരുത്തർക്കും ക്രിസ്മസ് ദിവസം ഒരു സമ്മാനം കൊടുക്കണം കർത്താവേ, ഒരു ഗിഫ്റ്റ് കൊടുക്കണം കർത്താവേ. മാലാഖമാരെ ഞങ്ങളുടെ വീടുകളിലേക്ക് അയക്കണേ, ഒരു ഗിഫ്റ്റ് കൊടുക്കണം കർത്താവേ. മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം, ഒരു അനുഗ്രഹം കൊടുക്കണം, ഒരു കൃപ കൊടുക്കണം, ഒരു ഗിഫ്റ്റ് കൊടുക്കണം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. കുട്ടികൾക്ക് ഹാപ്പി ക്രിസ്മസ്. കുട്ടികളോട് എങ്ങനെയൊക്കെ പറഞ്ഞാലേ കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ജീവന്റെ പുസ്തകത്തിൽ പേര് രേഖപ്പെടുത്തിയോ? പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും പേര് ചേർക്കാൻ നമുക്ക് നല്ല ഉത്സാഹം കാണും. അപ്പം ചില കുട്ടികൾ ആ പ്രായം അങ്ങോട്ട് ആകുന്നോടെ വരെ നോക്കിയിരിക്കും വോട്ടേഴ്സ് പട്ടികയിൽ പേര് ചേർക്കാൻ, അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ഇടവകയിൽ മാമോദീസ കഴിഞ്ഞാൽ ഉടനെ തന്നെ പേര് ചേർക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റേഷൻ കാർഡിലാണെങ്കിൽ വീട് മാറി വേറെ സ്ഥലത്തേക്ക് ഇതായി, അപ്പോൾ എന്ത് ചെയ്തു, അവിടെ തറവാട്ടിൽ നിന്ന് അവിടുത്തെ പേര് വെട്ടി പുതിയ റേഷൻ കാർഡിൽ പേര് ചേർക്കുകയാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ സമയാസമയങ്ങളിൽ നമ്മൾ പേര് ചേർക്കേണ്ടടുത്ത് പേര് ചേർക്കണം. അല്ലെങ്കിൽ വോട്ട് ചെയ്യേണ്ട സമയമാകുമ്പോൾ വോട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. റേഷൻ മേടിക്കുന്ന സമയത്ത് റേഷൻ കിട്ടിയെന്ന് വരില്ല, അല്ലേ? ഇതുപോലെ തന്നെ ഈ ക്രിസ്മസ് രാത്രിയിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഒരു തിരുവചന ഭാഗമുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 5 വരെയാണത്. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റ സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിരിനിയോസ് സിറിയയിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോട് കൂടെ പോയി. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ആ രാജ്യത്ത് രാജാവിന്റെ കൽപ്പന അനുസരിച്ച് പേരെഴുതി ചേർക്കപ്പെടാനുള്ള ആ യാത്രയിൽ ഈശോ ജനിക്കുകയാണ്. ഈശോ ജനിച്ചതോടുകൂടി, ഈശോ വളർന്ന് ഈശോയുടെ കുരിശുമരണ ഉത്ഥാനത്തോടു കൂടി മറ്റൊരു പേരെഴുതി ചേർക്കപ്പെടലിന്റെ ഒരധ്യായം തുറക്കപ്പെടുകയാണ്. എന്തിനാണ് ഈശോ ഈ ഭൂമിയിൽ സംജാതനായി തീരുന്നത്? ഈ ലോകമാസകലമുള്ള എല്ലാ വ്യക്തികളുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അഗസ്റ്റസ് സീസറിന്റെ കൽപ്പനയാണ് ലോകമാസകലമുള്ള വ്യക്തികളുടെ പേരെഴുതി ചേർക്കണം. ഇത് സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതി ചേർക്കപ്പെടാനുള്ള ഒരു അധ്യായം തുറക്കപ്പെടുകയാണ് ക്രിസ്മസോടുകൂടി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്രിസ്മസിൽ നമ്മൾ കാണുന്നത് ഓരോ പ്രത്യക്ഷപ്പെടലുകൾ. ആ പ്രത്യക്ഷപ്പെടലിന് ശേഷം ഉടനെ തന്നെ തിടുക്കത്തിലുള്ള ചില യാത്രകൾ, ആ യാത്രകൾക്കിടയിൽ കൈമാറ്റപ്പെടുന്ന ചില സന്ദേശങ്ങൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിൻ്റെയൊക്കെ ഓർമ്മയായിട്ടാണല്ലോ ക്രിസ്മസ് കാർഡ്, അല്ലേ? ഇപ്പം അതിനകത്ത് ഉണ്ണീശോയും ഇല്ല, യോസേപ്പ് പിതാവും ഇല്ല, മാതാവും ഇല്ല, കുറച്ച് പൂവും കായും കുറേ ചിത്രങ്ങളൊക്കെ ആയി. സാരമില്ല, എന്നാലും വേണ്ടില്ല, ഒരു കൈമാറ്റം നടക്കപ്പെടുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 26-27 തിരുവചനങ്ങൾ.
6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവരുടെ പേര് മറിയം എന്നായിരുന്നു. ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ത കിട്ടുന്ന മറിയം അധികം താമസിയാതെ തന്നെ അടുത്ത ഒരു യാത്ര പോവുകയാണ്. നോക്കിയേ, ദൂതൻ വരുന്നു, ഒരു സന്തോഷ വാർത്ത ലഭിക്കുന്നു. ആ സന്തോഷ വാർത്ത ലഭിച്ച വ്യക്തി അടുത്ത യാത്ര നടത്തുകയാണ്. ലൂക്ക 1:39. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷമാണ്, വലിയ പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് നമ്മൾ കാണുന്ന അടുത്തൊരു രംഗമെന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഈ പേരെഴുതിക്കാനുള്ള യാത്രയുണ്ടല്ലോ, അത് കഴിഞ്ഞു പറഞ്ഞു, ഈശോയുടെ ജനനം കഴിഞ്ഞു പറഞ്ഞു അടുത്ത ഒരു മേഖല തുറക്കപ്പെടുകയാണ്. ലൂക്കായുടെ വിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവ ദൂതൻ ഇവിടെ വന്നൊരു വാർത്ത അറിയിക്കുകയാണ്. ആദ്യം ഒരു വാർത്ത അറിയിച്ചു. അപ്പോൾ തന്നെ മാതാവ് എലീസയുടെ അടുത്തേക്ക് യാത്രയാകുന്നു. ഇവിടെ ആട്ടിടയന്മാരെ വന്നൊരു വാർത്ത അറിയിക്കുന്നു, സന്തോഷത്തിന്റെ സദ്വാർത്ത. എന്താ സംഭവിച്ചത്? ലൂക്ക 2:15-18. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബത്ലഹേം വരെ പോകാം, കർത്താവ് നമ്മെ അറിയിച്ച സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ക്രിസ്മസിൽ കാണുന്ന ഒരു രംഗമെന്ന് പറയുന്നത്, സദ്വാർത്ത കേൾക്കുന്നു, ഈ സദ്വാർത്ത അനുഭവിക്കുന്നു. അങ്ങനെ അനുഭവിച്ചവർ ഉടനെ തന്നെ പല സ്ഥലങ്ങളിൽ വേഗം എത്തി അവരെ സദ്വാർത്ത അറിയിക്കുന്നു. അവരും ആ സദ്വാർത്ത അനുഭവിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ സദ്വാർത്ത അറിയിക്കുന്നവരുടെ പേരാണ് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടുന്നത്. പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു സാക്ഷ്യം കേട്ടാൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. എൻ്റെ പേര് റോയി, കോതമംഗലം രൂപത, ഞാറക്കാട് ഇടവക. ഞാൻ 16-ാമത്തെ വയസ്സിൽ മദ്യപാനം തുടങ്ങിയ ഒരാളാണ്. എൻ്റെ പിതാവേ, യേശുവേ, പരിശുദ്ധാത്മാവേ. സാഹചര്യങ്ങൾ, വീട്ടിലെ മൂത്ത മകനായിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ കച്ചവടം, കൊക്കോ കച്ചവടം, ജാതിക്ക കച്ചവടം, വീട്ടിൽ ആർക്കും ചോദിക്കണില്ല, അവൻ തന്നെ അധ്വാനിച്ചുണ്ടാക്കണം, അവൻ കുടിച്ചോട്ടെ എന്നുള്ളൊരു മനോഭാവമായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇഷ്ടം പോലെ കൂട്ടുകാരായി. പിന്നെ എനിക്ക് പൈനാപ്പിളിൻ്റെ കച്ചവടത്തിലേക്കൊക്കെ മാറി. അപ്പോൾ 3-4 പണിക്കാരൊക്കെ ആയി. ഞാൻ ബാറിൽ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് 1000 രൂപയുടെ മദ്യത്തിന് 800 രൂപ കൊടുത്താൽ മതി. അതിനുശേഷം 2011 ഈ അഭിഷേകാഗ്നിയുടെ ഞായറാഴ്ച ശുശ്രൂഷ, ആ ശുശ്രൂഷ ഇങ്ങനെ കാണാൻ പറഞ്ഞ് ഭാര്യ എന്നെ നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ്, നല്ല പോസായിട്ട് കിടക്കുക കട്ടിലേൽ. അപ്പോൾ കാണാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ താല്പര്യം തോന്നില്ല. പുള്ളിക്കാർ വന്ന് എന്നെ വിളിച്ച് ഇതൊന്ന് കണ്ടുവച്ചിട്ടായിരുന്നു. ഞാൻ അല്പനേരം ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഈ കയ്യടിക്കലും ചാട്ടവും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേക ഒരു ഇതായി. ഞാൻ പയ്യെ ഒന്ന് നോക്കി, ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് കൊള്ളാലോ എന്ന് നോക്കി. ഞാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ വികാരിയച്ഛൻ ഇങ്ങോട്ട് അട്ടപ്പാടിക്ക് കൊണ്ടുപോകുന്നുണ്ട്. നല്ല മുഴുക്കുടിയന്മാർ, പൈസയൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഡ്രൈവറുടെ സീറ്റിൻ്റെ അവിടെ മുഴുക്കുടിയന്മാർക്ക് അവിടെ ചെന്നാലും ഗ്രാൻഡാണ്. അപ്പോൾ ഏതായാലും പോരാന്ന് ഓർത്ത് ഞാനും എൻ്റെ സ്നേഹിതനും കൂടി പോരുക. 2011 പോരുന്നത്. ഇവിടെ വന്നിരുന്നു. ഈ ഹോളൊന്നും ഒന്ന് ശരിക്കും പടന്നിട്ടൊന്നുമില്ല. ആ പുറവശത്തിരുന്നു. കക്കൂസി പോകാൻ തോന്നുവാണോ, മൂത്രം ഒഴിക്കാൻ തോന്നുവാണോ, തല ഇറങ്ങുവാണോ, എന്തെല്ലാം അനുഭവം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിനുള്ളിൽ കയറിയതേ ഓർമ്മയുള്ളൂ, സർവത്ര പ്രശ്നമായി. പിന്നെ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഏകദേശം ഒരു വെളിവ് വന്നു. അപ്പോൾ ഞാൻ ഇതിനകത്ത് പ്രാർത്ഥനയിലൊക്കെ കൂടാനൊക്കെ തുടങ്ങി. വീട്ടിലൊക്കെ ചെന്ന് പിറ്റേ ആഴ്ച മുതൽ എന്നും ഞാൻ അഭിഷേകാഗ്നി എല്ലാ ഞായറാഴ്ചയും കണ്ടു തുടങ്ങി. അതിനുശേഷം ഞാൻ ഇന്ന് വരെ മദ്യം കഴിച്ചിട്ടില്ല. അതോടുകൂടെ
എന്നേക്കുമായി ആ മദ്യബന്ധനം ആ പിശാച ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി. അതുപോലെ കോതമംഗലം, പാല, തൊടുപുഴ, കുറവിലങ്ങാട് എവിടെ കൺവെൻഷൻ വന്നാലും, അച്ഛൻ്റെ കൺവെൻഷൻ വന്നാലും ഞാനും ഭാര്യയും കൂടി പോകും. രണ്ടുപേരും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഞാനൊരു ധ്യാനം കൂടിയിട്ടില്ല. പള്ളിയായിട്ടൊന്നും കൂടുതൽ ബന്ധപ്പെടില്ല. ഞാനും പുള്ളിക്കാരി എന്നെ പള്ളിയിൽ വിളിച്ചോണ്ട് പോകും. ഞാൻ പള്ളിയുടെ അടുത്ത് വരുമ്പോൾ ആരെങ്കിലും കൂട്ടുകാർ വരും, ഒരു വണ്ടി എന്തെങ്കിലും കൊണ്ടുവരും. ഞങ്ങൾ അങ്ങ് കയറി പോകും, വന്നേക്കാന്ന് പറയും. പിന്നെ രാത്രിയായിട്ടാണ് പിന്നെ വീട്ടിലേക്ക് വരും. ഇതാണ് ഞായറാഴ്ചത്തെ സ്ഥിതി. ആ ചേച്ചി അത്രമാത്രം മാനസികമായി അപ്പോൾ വിഷമിക്കുന്നുണ്ടാവും. ആ കൃത്യസമയത്ത് ഒരു വണ്ടി ഇങ്ങ് വരും, ഒരു കൂട്ടുകാർ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ കട്ടപ്പന കൺവെൻഷൻ, അച്ഛൻ്റെ കൺവെൻഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ഈ ബെനിറ്റാമ്മയുടെ അടുത്ത് സ്പിരിച്വൽ ഷെയറിങ്ങിന് എനിക്ക് കിട്ടിയത് ബെനിറ്റാമ്മേനെയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് സ്വന്തമായി ബൈബിൾ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ ബൈബിൾ എന്ന് പറഞ്ഞ സാധനം എന്നാന്നും കൂടെ അറിയാൻ കണ്ടിട്ടില്ല. വീട്ടിലൊരു ബൈബിളുണ്ട്, പൊടിയൊക്കെ ശീലയില്ല. അപ്പോൾ അവിടെ ചെന്ന് ബൈബിൾ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ബൈബിൾ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് കുമ്പസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ബൈബിൾ മേടിച്ചുകൊണ്ട് വന്ന് കുമ്പസാരിച്ചു. കുമ്പസാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ തന്നെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഭാര്യയും നീയും കൂടെ ഒരു നിയോഗം വെച്ച് ഇവിടെ വന്ന് 5 ദിവസത്തെ ഒരു ധ്യാനം കൂടണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കിട്ടണമെങ്കിൽ എന്നാന്ന് പറഞ്ഞാൽ ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ അതിന് പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അന്ന് മുതൽ പ്രാർത്ഥനയും ഒരുക്കമായി. ഏതായാലും ദൈവാനുഗ്രഹത്താൽ 2013 ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്നൊരു ധ്യാനം കൂടി വീട്ടിൽ ചെന്നു. അപ്പോഴാണ് എനിക്കൊരു ഭവനമില്ലായിരുന്നു. ഭവനമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വെയിറ്റിംഗ് ഷെഡ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർക്കും, ദൈവമേ ഇത് ഇത്ര ഉള്ളൊരു ഭവനം എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. വെയിറ്റിംഗ് ഷെഡ് നല്ലത് കണ്ടാൽ തന്നെ മനസ്സ് തോന്നും, എൻ്റെ വീട് എത്രയോ ഒരു മോശമായ അവസ്ഥയിലാണ്. കുഞ്ഞതാണെങ്കിലും ഇതുപോലെ ആണെങ്കിലും മതി, ഒരു വീട് സ്വന്തമായിട്ട് നല്ലത് തന്നാൽ ദൈവത്തിന് ഞാൻ നന്ദി പറയുമെന്ന് പറയും. അപ്പോൾ ഈ മക്കളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി മുതിർന്ന് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെ ഒന്നും വീട്ടിൽ വിളിച്ചുകൊണ്ട് വരില്ല. അപ്പം ഞാനും ഓർത്തു, നമ്മുടെ സ്വന്തക്കാരും ആരും ഇങ്ങോട്ട് വീട്ടിലേക്ക് വരണ്ട, അതാണ് നല്ലത്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പുറത്ത് വെച്ച് കണ്ടാൽ മതി. ആ രീതിയിൽ ആരെങ്കിലും വരിക എന്ന് പറഞ്ഞാൽ ദൂരെ എവിടെയെങ്കിലും വെയിറ്റിംഗ് ഷെഡിൽ പോയിട്ട് കണ്ടിട്ട് പറയും ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് വിടും. അങ്ങനത്തെ സ്ഥിതിയായി. അപ്പോൾ ആ രീതിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു വീടിൻ്റെ ഒരു ചിത്രം ഇവിടെ കാണിച്ചിട്ട്, ഇതായിരിക്കില്ലേ ചിത്രം? ഇതാണ് വീടിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ആരെയും വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത മദ്യപാനിയുടെ വീട് ഇടിച്ചും പൊളിച്ചും കിടക്കുമെന്ന് പറഞ്ഞതുണ്ടല്ലോ, അതേമാതിരി തന്നെയാണ്. ഒരു പിള്ളത്തിണ്ട് പോലും ഇല്ല. അതെ അല്ലേ, നോക്കിയല്ലേ നിങ്ങൾ കാണുന്നുണ്ടോ? അവർ മുകളിലൊരു ചെറിയ ടാർപ്പായൊക്കെ വിരിച്ച് അത് അലങ്കാരത്തിന് വേണ്ടി വിളിച്ചിരിക്കുകയല്ല, എന്തെങ്കിലും കാര്യം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതായിരുന്നു ഇങ്ങനെയായിരുന്നു മദ്യപിച്ച വീടിൻ്റെ സ്ഥിതി. ഓക്കെ കേട്ടോ. അതിനുശേഷം 2018 പാലായിൽ വെച്ച് അച്ഛൻ്റെ അഭിഷേകാഗ്നി കൺവെൻഷനിൽ ഭാര്യ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, ഒരു ഭവനം തരികയാണെങ്കിൽ ആ ഭവനം പണി പൂർത്തിയാകുമ്പോൾ അട്ടപ്പാടിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്. ഇപ്പോൾ 2 വർഷമായിട്ട് ഞങ്ങൾക്ക് വരാൻ സാധിച്ചില്ല. ഈ കൊറോണയൊക്കെ കാരണം ഞങ്ങൾക്ക് വരാൻ സാധിച്ചില്ല. അതുകൊണ്ട് പുതിയ ഭവനത്തിൻ്റെയൊക്കെ ഫോട്ടോയും എടുത്തുകൊണ്ടാണ് വന്നേക്കണം. ഇതാ ഇപ്പോൾ നോക്കിയേ, യേശുവേ മദ്യപാനം നിർത്തി. മദ്യപാനത്തിന് മുമ്പുള്ളത് അല്ല, ഇത് കാണുന്നുണ്ടോ? ഇല്ല അല്ലേ? പിതാവേ, ഇത് ബാറൂക്ക് 2:5 ബാറൂക്ക് 2:5 ഈ കാണുന്നത്. എന്താണെന്നറിയാവോ? ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ അവിടത്തേക്കെതിരായി മദ്യപിച്ച് പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പരിശായി. അതാണ് ഈ കാണുന്നത്, നിലം പരിശായി. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം വചനം കേട്ട് കർത്താവിനെ ആരാധിച്ചു. പിന്നെ പറഞ്ഞില്ലേ, എല്ലാ കൺവെൻഷൻ, എവിടെ കൺവെൻഷൻ ഉണ്ടെങ്കിൽ അവിടെ വരുമെന്ന് പറഞ്ഞില്ലേ. കട്ടപ്പനയ്ക്ക് വന്നു, പാലായി വന്നു, കോതമംഗലത്ത് വന്നു, കുറവലങ്ങാട്ട് കൺവെൻഷൻ അവിടെ വന്ന് കൂടി. അപ്പോൾ വചനം കേട്ടപ്പോൾ എന്തായി? നോക്കിയേ, പ്രത്യേകിച്ച് വൈഫ് ഈ ഒരു നിയോഗം വെച്ച് നന്നടങ്ങ് പ്രാർത്ഥിച്ചു. 2018 കൺവെൻഷൻ വന്നപ്പോൾ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ അനുഗ്രഹിക്കണം, ഒരു ഭവനം നൽകി അനുഗ്രഹിക്കണം. ദൈവം അനുഗ്രഹിച്ചു. ഇതൊരു വചനത്തിൻ്റെ പൂർത്തീകരണമാണ്. 92 സങ്കീർത്തനത്തിൽ 12 തിരുലിഖിതം, സങ്കീർത്തനം 92:12, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ പാപം ഉപേക്ഷിച്ച് ദൈവത്തെ ആരാധിച്ചാൽ കർത്താവ് എന്ത് ചെയ്യും? അനുഗ്രഹിച്ചുയർത്തും. 2011 ഒരു ആദ്യവള്ളി കൺവെൻഷൻ വന്നിരിക്കുമ്പം ഇതിനുള്ളിൽ കയറിയത് ഓർമ്മയുള്ളൂ. 2 മണിക്കൂർ നേരത്തേക്ക്. അപ്പോൾ കറണ്ട് അടിക്കുന്ന അനുഭവം മാത്രമല്ല, വേറെ പല വിധത്തിലും കർത്താവ് ഇടപെടും അല്ലേ. 2 മണിക്കൂർ നേരത്തിന്
ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, കക്കൂസി പോകാൻ തോന്നണം, മൂത്രമൊഴിക്കാൻ തോന്നണം, ഛർദ്ദിക്കാൻ വരുന്നോ, ആ ശരീരത്തിലെ ദുർപ്പീഡ ആ അസ്വസ്ഥത എല്ലാം കർത്താവ് ശ്വാസിച്ച് ബഹിഷ്കരിച്ച്. പിന്നെ മദ്യപിക്കാൻ തോന്നണില്ല. പിന്നെ ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല അല്ലേ? ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ പള്ളിയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടവക പള്ളിയിൽ കൈകാരനായി. വിൻസെൻ്റ് പോൾ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ വിൻസെൻ്റ് പോളിൻ്റെ സജീവ പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കുന്നു. ശക്തമായി പിന്നെ കർത്താവിൻ്റെ സമൂഹത്തോട് ചേർന്ന്, ഇടവകയോട് ചേർന്ന് ആക്റ്റീവായി ഇടവകയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നെ ഇങ്ങോട്ടൊരു അനുഗ്രഹത്തിൻ്റെ ഒരു വഴി കർത്താവ് അങ്ങ് തുറന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്ക് സഹോദരങ്ങളെ, ആ കുടുംബത്തിൽ മദ്യപാനം നിന്നു. എന്തൊരു സന്തോഷ സമാധാനവും അല്ലേ. ദേവാലയത്തിന്റെ പരിസരത്ത് പോവില്ലായിരുന്നു. എന്തായി? ദേവാലയം, ആത്മീയകാര്യം, എവിടെ ധ്യാനമുണ്ട്, എവിടെ പ്രാർത്ഥനയുണ്ട്, എന്തൊരു സന്തോഷം. നിങ്ങൾ ചിന്തിച്ചു പോയേ. വേറൊന്നും വേണ്ട. ആ ഭവനം സന്തോഷത്തിന്റെ ഭവനം, സന്തോഷത്തിന്റെ ഭവനമായിട്ട് മാറ്റപ്പെട്ടില്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ഞാൻ പ്രത്യേകം ആ സാക്ഷ്യത്തിൽ 2 വ്യക്തികൾ വട്ടാച്ചൻ ഓൾറെഡി സൂചിപ്പിച്ചു. ഞാൻ പ്രത്യേകം ഒന്ന് അനുസ്മരിക്കുകയാണ് സഹോദരങ്ങൾ. ഒന്ന്, ആ പള്ളിയിലെ വികാരി അച്ഛൻ. എൻ്റെ സഹോദരങ്ങളെ, ആ അച്ഛൻ എത്ര നിർബന്ധിച്ചിട്ടായിരുന്നു ഇങ്ങനെ മദ്യപാനത്തിന് അടിമപ്പെട്ട വ്യക്തികളെ പേരൊക്കെ കൂട്ടി ധ്യാനത്തിന് കൊണ്ടുവരണം. എന്തൊരു കഷ്ടപ്പാടായിരിക്കും സഹോദരങ്ങളെ. എന്നാൽ ആ അച്ഛൻ അത്ര റിസ്ക് എടുത്തു. ഇനി ആ ഒരു ജീവിതമകളുടെ കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എത്ര തവണ അഭിഷേകാന്തിയെ കുടിക്കുന്നു, കാണിക്കുന്നു, ചിന്തിച്ചു നോക്കിയേ. എന്താ എൻ്റെ പറയും? അവർക്ക് ആ വികാരത്തിനൊരു ദൈവാനുഭവം ഉണ്ടായി. ആ അമ്മച്ചിക്ക് അതിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഉടനെ തന്നെ പരിശ്രമിക്കുകയാണ്, സത്വാർത്ഥ അറിയിക്കുകയാണ്. ധ്യാനത്തിന് പോകണം, പ്രാർത്ഥിക്കണം, കുമ്പസാരിക്കണം, വചനം വഹിക്കണം, ആത്മീയ കാര്യങ്ങൾക്ക് ഏതൊക്കെ ചാലുണ്ടോ അതെല്ലാം പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുകയാണ്. ക്രിസ്മസ്കാരുടെ വെറുതെ അയക്കുന്ന പോലെ അല്ല ക്രിസ്മസ് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത്. നിന്റെ ചുറ്റും, നമുക്ക് ചുറ്റും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ മറന്ന് ജീവിക്കുന്ന 10,000 യേശുവിനെ കുറിച്ച് അറിയാത്തില്ലാത്തവര്, യേശു ആരെന്ന് കേട്ടിട്ടില്ലാത്തവര്, അങ്ങനെയുള്ള നമ്മുടെ ചുറ്റുമുള്ള കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ കേൾക്കണം, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കേൾക്കണം, സമൂഹത്തിൽ ജോലി ചെയ്യുന്നവർ കേൾക്കണം, വിവിധ തുറകളിൽ അധ്വാനിക്കുന്നവർ മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് ആഘോഷമായിട്ട് ഭക്ഷണം കഴിച്ച് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കണം, നടന്ന ക്രിസ്മസ് ആയി എന്ന് വിചാരിക്കരുത് എൻ്റെ സഹോദരങ്ങൾ. ഇത് നോക്ക്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നാട്ടിടയന്മാർ സദ്വാർത്തകൾ അവർ വേഗം പോയി മക്കളെ കൂടെ അറിയിച്ചു. എത്രയോ കുടുംബങ്ങൾ, എത്രയോ വ്യക്തികൾ നമ്മൾ മനസ്സ് വിചാരിച്ചാൽ രക്ഷപ്പെടും സഹോദരങ്ങൾ. അങ്ങനെ ചെയ്യുന്നവരുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. ആ അച്ഛന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കയറും, ആ അമ്മച്ചിയുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ കയറാൻ ദൈവം തീരുമാനിച്ചാവും. അതാണ് ഫിലിപ്പി ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന് 3-ാം തിരുവചനം. കൂടാതെ എൻ്റെ ആത്മസുഹൃത്തെ ക്ലെമന്റിനോടും എൻ്റെ മറ്റ് സഹപ്രവർത്തകരോടും കൂടെ സുവിശേഷത്തിന് വേണ്ടി എന്നോടൊപ്പം പ്രയത്നിച്ച ആ സ്ത്രീകളെ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു. എന്താ കാരണം? ഉറക്കെ വായിക്ക്. അവരുടെ നാമം ജീവന്റെ പുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർ പൗലോസ്ലീഹായുടെ കൂടെ സുവിശേഷ വേലയ്ക്ക് സഹായിച്ച, ഈശോയെ അനേകർക്ക് കൊടുക്കാൻ സഹായിച്ച, ചിലപ്പോൾ ഒരു വചനോത്സവം വിതരണം ചെയ്തതായിരിക്കും, ചിലപ്പോൾ ശാലോം ടൈംസ് വിതരണം ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ റൂഹാമോന്റെ ടൈംസ് വിതരണം ചെയ്തതായിരിക്കും. എങ്ങനെയെങ്കിലും കാര്യസ് ജ്യോതിയായിരിക്കും, എന്തെങ്കിലും ആകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, 10 യേശുനാമശക്തി കൊടുത്തതായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്ത 10 പേരെ വിളിച്ചു കൂട്ടി ഒരു ടെമ്പിൾ ട്രാവലർ വിളിച്ച് ധ്യാനത്തിന് കൊണ്ടുവന്നതായിരിക്കും. അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്, അങ്ങനെയുള്ള പുരുഷന്മാരുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരുടെ കാര്യത്തെക്കുറിച്ച് പറയുന്നത് എന്താ? അവരുടെ നാമം ജീവന്റെ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ക്രിസ്മസ് ദിവസം നമ്മൾ ചിന്തിക്കേണ്ടത് ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് കയറിയിട്ടുണ്ടോ എന്നുള്ളതാണ്. പരിശുദ്ധയമ്മ യോസേപ്പ് പിതാവും അവരെ കൽപ്പന കേട്ട് പോയത് എന്നതുപോലെ അന്ന് രാത്രി ഒരു പുതിയ പുസ്തകം തുറക്കപ്പെട്ടു. ഇതുവരെ തുറക്കപ്പെടാത്തൊരു പുസ്തകം, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കുക. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ കണ്ണിൽ ലോകത്തിലേക്കും ഏറ്റവും വിലമതിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ആത്മാവാണ്. ആയതിനാൽ എല്ലാ സ്വത്തുക്കളും പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നതിനേക്കാൾ ദൈവത്തിന് പ്രീതികരമായത് ഒരേ ഒരാത്മാവിനെ പരിവർത്തനം ചെയ്യുന്നതാണെന്ന് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പ്രസ്താവിക്കുന്നു. എൻ്റെ സഹോദരൻ, നമുക്കുള്ള സ്വത്തുക്കൾ മുഴുവൻ ദാനം ചെയ്യുന്നതിനേക്കാൾ ദൈവത്തിന് ശ്രേഷ്ഠമായിട്ടുള്ളത് യേശുവിൽ എത്താത്ത ഒരാളെ, പാപത്തിന് അടിമത്തത്തിൽ കിടക്കുന്ന ഒരാളെ യേശുവിലേക്ക് എത്തിക്കുക. അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് അറിയത്തില്ലാത്ത ഒരു വ്യക്തിയെ
ഏത് ജാതിയപ്പെട്ടാണെങ്കിലും ആ വ്യക്തിയിൽ യേശുവിലേക്ക് എത്തിക്കുക. ഇതാണ് ദൈവസഭയിൽ ഏറ്റവും വിലപിടിച്ച കാര്യം. ആ കാര്യം ചെയ്താൽ പിന്നെ നമ്മുടെ പേര് അന്ന് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടുകയാണ്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി വളരെയേറെ പ്രയത്നിച്ചിരുന്ന പുരോഹിതനായ ബെർണാഡ് കൊൾനാഡോയോട് ഒരിക്കൽ നമ്മുടെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു, പാപികളെ രക്ഷയ്ക്കായി കഠിനാധ്വാനം ചെയ്യുവൻ, ഇതാണ് എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൽ എത്താത്ത ഒരാളെ, പാപത്തിന് അടിമപ്പെട്ട ഒരാളെ നമ്മൾ പറഞ്ഞും സ്നേഹിച്ചും പ്രാർത്ഥിച്ചും കണ്ടുപിടിച്ചും ധ്യാനത്തിന് വിട്ടും അങ്ങനെയൊക്കെ യേശുവിലേക്ക് എത്തിച്ചാൽ, അല്ലെങ്കിൽ ഇന്നവർ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത മറ്റൊരു ജാതി അയാളെ യേശുവിലേക്ക് എത്തിച്ചാൽ അതാണ് സ്വർഗത്തിൽ ഏറ്റവും അധികം സന്തോഷം ഉണ്ടാകുന്നത്. സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുമ്പോഴേ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞ ഒരു ദിവസത്തിൻ്റെ ക്രിസ്മസ് അല്ല. ഈ ദിവസം മുതൽ അനേകരെ യേശുവിലേക്ക് എത്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ക്രിസ്മസിൻ്റെ ആനന്ദം ഒരു ദിവസത്തേക്കുള്ളതല്ല. അതിങ്ങനെ കടലിലെ തിരമാലകൾ അടിക്കുന്നത് പോലെ ആനന്ദത്തിൻ്റെ വർഷമായി കർത്താവ് മാറ്റും. അതിനുള്ള കൃപ ഈ ക്രിസ്മസ് ദിവസം കർത്താവ് കൃപയായി തരട്ടെ. ആമേൻ. ആമേൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ഒരാൾക്ക് മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായമെന്ന് പറയുന്നത് യേശുവിനെ കൊടുക്കാൻ ഹയസ്റ്റ് ചാരിറ്റി ഈസ് ഇവാഞ്ചലൈസേഷൻ. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നമ്മൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചീഫ് ഇവാഞ്ചലൈസർ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഇവാഞ്ചലൈസറിന്റെ രാജ്ഞി എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയാണ്. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണം, പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കർത്താവെ ഞങ്ങളെ സഹായിക്കണം. യേശുവിനെ അറിയാത്ത 10,000 യേശുവിനെ അറിഞ്ഞിട്ട് പാപത്തിൽ ജീവിക്കുന്നവര്, അവരെ അങ്ങേക്ക് വേണ്ടി നേടാൻ, സന്തോഷത്തിന്റെ സദ്വാർത്ത കൊടുക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്ന സുവിശേഷം കേൾക്കാത്ത മാനവരെ നേടിടുവാൻ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാർ. ഇതുവരെയും പാപസുഖം വെടിയാത്ത ജീവിതങ്ങളെ ഉള്ളതുകൊണ്ട് ആഗ്രഹിക്കുക, ബാക്കി പരിശുദ്ധാത്മാവ് തരും. ഇന്നോളം സുവിശേഷം കേൾക്കാത്ത മാനവരെ മിഷൻ പ്രദേശങ്ങളെല്ലാം ഓർക്കുക. ഇതുവരെയും ചുറ്റുമുള്ള ജീവിതങ്ങൾ പാപസുഖം വെടിയാത്ത ജീവിതങ്ങളെ കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കുന്ന കൃപ നിറയട്ടെ, അറിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം.